ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കാം അല്ലേ. എന്നും നമ്മുടെ ഈ ഒരു അടുക്കള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അല്ലാതെ എന്നും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോകൾക്കും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ചായക്ക് കടി നൂൽപുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. നൂൽപുട്ടും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് മഴയൊക്കെ കുറഞ്ഞിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാട്ടോ ചട്നിക്കുള്ളതൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചട്നി ഒന്ന് താളിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ കറി വെക്കാൻ ഇന്ന് സാമ്പാറാണ് കേട്ടോ. സാമ്പാറുണ്ട്, പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇപ്പോൾ മീൻ തിന്നാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടൊരു ഇങ്ങനെ പറയുന്ന കേൾക്കാം. അതുകൊണ്ട് മീൻ വാങ്ങാനും ഇപ്പോൾ ഒരു പേടിയിട്ട്. പക്ഷേ മീൻകാരൊക്കെ ഞങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. നമ്മളിപ്പോൾ കടലിൽ എന്തോ കെമിക്കൽ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കുറേ ഫേക്കും ഉണ്ടാവും, കുറച്ച് ഉള്ളതൊന്നും ആവില്ല. ആൾക്കാർ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് പറഞ്ഞ് പരത്തുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ചട്നിയൊക്കെ ഒന്ന് താളിച്ച് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ തന്നെ ഒരു മടി തോന്നുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അധികം കറണ്ട് പോയിട്ടും ഫോണിൽ ചാർജ് ഇല്ലാതായിട്ടും അങ്ങനെ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാനും ഇടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെന്താ, നമ്മളെ വീഡിയോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. ചിലപ്പോൾ ആ ഒരു മടിയും കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇടാനും തോന്നില്ല കേട്ടോ ഒന്നും. അപ്പോൾ ഇപ്പോൾ പിന്നെ ഫുള്ള് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയും സാജിയുടെയൊക്കെ വിഷയങ്ങളാണല്ലോ അല്ലേ, ചർച്ചാ വിഷയങ്ങൾ. സാജിതയുടെ പറഞ്ഞാൽ പാവം ഉമ്മാനെ കുറിച്ചുള്ളൊരു ഓരോ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കണല്ലേ. നമ്മളൊക്കെ നമ്മളെ ഉമ്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയെന്ന് നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഉമ്മാനോടായാലും കൂടപ്പിറപ്പുകളോടായാലും എൻ്റെ ഉപ്പാനോടായാലും ആരോടായാലും നമ്മളൊരാളെ ഇന്നേ വരെ ഒരു മുഖം കറുപ്പിച്ച് സംസാരിക്കുക, ഒരാളോട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, അങ്ങനെ ഒരു ഇത് നമ്മളെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരാളെ വെറുപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനല്ലേ. നമുക്ക് നമ്മുടെ ഉമ്മാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരൊരു നേരം കാണാതിരിക്കുമ്പോഴുള്ള വിഷമങ്ങൾ നമ്മളടുത്ത് ചോദിച്ചാലേ അറിയുള്ളൂ. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ പോകണത് തന്നെ ഇതാട്ടോ. ഇപ്പോൾ 2 മാസം വെക്കേഷനായിട്ടും കൂടി ഞാൻ പോയിട്ടില്ല. ഉമ്മാക്കാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാനും ബുദ്ധിമുട്ടാണ്. ഉമ്മാക്ക് ആരെങ്കിലുമൊക്കെ തുണക്ക് വേണം. ഞാൻ അങ്ങോട്ട് പോയി കാണാമെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് കാക്കുവിൻ്റെ പണിയും മക്കൾ ഓരോ വർക്കിന് പോണതും ഒക്കെ കൊണ്ട് നമുക്ക് ഈ വീട് വിട്ടിട്ടൊന്ന് മാറി നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനും പോയിട്ടില്ല കേട്ടോ. പക്ഷേ എന്നും ഞാൻ എൻ്റെ അമ്മക്ക് വൈകുന്നേരം ആയാൽ വീഡിയോ കോൾ ചെയ്യുക, ഫോൺ ചെയ്യുക. ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മക്കൊരു ബേജാറാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വിളിക്കുക ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ അമ്മാനായിട്ട് ഇപ്പം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പുകളെ പോലെയാണ്. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ കൂട്ടുകാരനും കൂട്ടുകാരത്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. തമാശ പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്നിൻ്റെ ഒപ്പമല്ല കേട്ടോ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഇപ്പം മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഇല്ലാതാവുമ്പോഴേ അതിനെക്കുറിച്ചുള്ള വിഷമം നമുക്ക് അറിയുള്ളൂ അല്ലേ. ഇപ്പല്ലാത്ത ഉമ്മല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കണം അവരുടെ വിഷമങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഷാജി എന്ന് പറയുന്ന ആൾ ഫുൾ ടൈമും ആ ഉമ്മാനെ പാവം എന്തെല്ലാം തെറിയാണ് വിളിക്കുന്നത്. ഞാനിങ്ങനെ യൂട്യൂബൊക്കെ തുറക്കുമ്പോഴും ഇപ്പം അതന്നെയല്ലേ ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പ്രതികരിച്ചും കൊണ്ട് ആൾ വരുന്നുമുണ്ട്, അവൾ ഷാജിദ കേട്ടോ. അത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കും. ഞാൻ തന്നെ അവളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചോദിക്കണം എന്ന് എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്തൊരു സംസാരമാണ് ഇതിങ്ങനെ ഉമ്മാനെക്കുറിച്ചുള്ളത്. നമ്മൾ നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ അല്ലേ. ഞാൻ എൻ്റെ നാട്ടുകാരത്തെയൊക്കെയാണ് ഷാജി. നമ്മൾ പാലക്കാട്ടത്തെ ഒരാളെന്ന് ഇതിൽ
നമുക്കൊക്കെ ഒരു അഭിമാനം പറയുന്ന പോലെ അപമാനമാണ്. പാലക്കാട്ടേക്ക് ഒരു അപമാനം തന്നെയാണ് ഷാജി എന്ന വ്ളോഗർ. ഇനിയിപ്പോൾ അതാ ബിഗ് ബോസ് വരുന്നുണ്ട് അത്ര കേട്ടോ. ബിഗ് ബോസ് കാണുന്നവരോടാണ് പറയുന്നത്. ബിഗ് ബോസ് ഒക്കെ കണ്ടോളി. പക്ഷേ അതിലും ഉണ്ട് ഈ ഒരു മാരണം വരുന്നുണ്ട് അത്ര കേട്ടോ. ഷാജി ഉണ്ട്, അതുപോലെ ജാസി ഉണ്ട്, നമ്മളെ ട്രാൻസ്ജെൻഡർ ജാസി. അത് കുഴപ്പമില്ല കേട്ടോ. അവർ ട്രാൻസ്ജെൻഡർ ആയാലും അത് നല്ലൊരു മാന്യമായ ഡ്രസ്സിങ്ങും മാന്യമായ വീഡിയോസും ഒക്കെ ആയിട്ട്, എന്നിട്ടും ആളുകൾ അവരൊരു എന്തെല്ലാം ഒരു കമൻറ്റുകളാണ് ഇടുന്നത് അവരെ വീഡിയോസൊക്കെ. ഞാനിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ കേട്ടോ. ജാസി ആഷിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണാതിരിക്കുന്നില്ല. എന്താ വെച്ചാൽ അതൊക്കെ പടച്ചോൻ്റെ ഓരോരോ സൃഷ്ടികളാണ്. എന്താ വെച്ചാൽ പടച്ചോൻ അവരെ അങ്ങനെ ആക്കി സൃഷ്ടിച്ചു, ആണിൻ്റെ രൂപവും പെണ്ണിൻ്റെ മനസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിന് നമ്മൾ ആളുകൾ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അവരെ രീതിയിൽ തന്നെ ജീവിക്കുള്ളൂ. അത് അവരെന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ആയത് എൻ്റെ തെറ്റല്ലല്ലോ എന്ന് കേട്ടോ. എന്നാലും ആളുകൾ ഒരു കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ട് എന്താ ഈ ലോകത്ത് ആളുകൾ ഇങ്ങനെ അവരവരെ കാര്യം നോക്കി നടന്നാൽ പോരെ. അതൊക്കെ ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ നമ്മളെ അതുപോലെ തന്നെ ഓരോരോ ഇത് അമ്മമാരായാലും ഓരോരോ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പുഴയ്ക്ക് എറിഞ്ഞൊരു കുഞ്ഞിനെ കൊന്നില്ലേ, ആ ഒരു വിഷയം ബാലവാടിയിൽ പോയി കുട്ടീനെ കൊടുന്ന് നേരെ അത് പുഴയ്ക്ക് കൊണ്ടിട്ടു. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ, അവർക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയി ആരെങ്കിലുമൊക്കെ എടുത്ത് വളർത്തുമായിരുന്നല്ലോ അല്ലേ. കുട്ടികളില്ലാത്തവരോ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് എത്ര ദമ്പതികളുണ്ട് ഒരു കുട്ടി ഉണ്ടാവാനായിട്ട്. അത്രയ്ക്കും ഒരു ഇടങ്ങേറും സങ്കടവും ഒക്കെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തു പോയാൽ മതി. കുഞ്ഞു പൈതലിനെ എന്തിനാണില്ലേ പുഴയിലൊക്കെ എറിഞ്ഞ് കൊല്ലാനൊക്കെ ഉള്ളൊരു മനസ്സിൽ. ഈ ലോകത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അധികം എല്ലാ സ്ത്രീകളെയും പറയല്ല കേട്ടോ. സ്ത്രീകൾ വെറും അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അത്രയ്ക്കും ഒരു കരുണയില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളെ മക്കൾക്കൊക്കെ ഒരു മുറി ആകുമ്പോഴത്തേനും നമുക്കൊരു ഇടങ്ങേറാണ്. ഒരു ഉറക്കവും സമാധാനം ഉണ്ടാവില്ല. ഒന്ന് വീണാൽ ഒന്ന് ഒരു കരഞ്ഞാൽ നമുക്കൊരു ആദ്യമാണ് എന്താ കാര്യം എന്താ അങ്ങനെയുള്ള ലോകത്ത് കുട്ടികളെ എറിഞ്ഞിട്ടും കൊന്നിട്ടും. അയ്യോ, ഈ ലോകം അവസാനത്തിൻ്റെ ആയിട്ടോ, ലോകം അവസാനമായി. അതിൻ്റെയൊക്കെ അടയാളങ്ങളാണ്. അപ്പോൾ ഷാജി സ്വന്തം ഉമ്മാൻ്റെ കാലടിപ്പാടാണ് സ്വർഗം എന്നൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അവളൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഉമ്മ അവൾക്കിപ്പോൾ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അത് കാണാനും സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ലേ അവർ ഇത്രയും ഉയരങ്ങളിലെത്തി. എനിക്കും ഫസ്റ്റൊക്കെ ഞാനും കണ്ടിരുന്നു കേട്ടോ. അവരൊരു സഹതാപമൊക്കെ തോന്നിയിരുന്നു. മാപ്പിള ഇങ്ങനെ ഒരു ഭർത്താവ് തൂങ്ങി മരിച്ചതാണ്, 5 മക്കളെയും കൊണ്ട് നല്ല ബുദ്ധിമുട്ടിയാണ്, പാവം കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഉള്ളൊരു സഹതാപം കൊണ്ടാണ് ഈ ഇത്രയും ആളുകൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുന്നതും വീഡിയോ കാണുന്നതും കുറേ ഹെൽപ്പ് ചെയ്തിരിക്കണം. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോൾ ആൾക്കാർ കുറേ ഹെൽപ്പും ഒക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ഇപ്പോൾ അവൾക്ക് ഓർമ്മയില്ല കേട്ടോ, ഓർമ്മയില്ലാതെ ഇരിക്കണ്. അങ്ങനെ ഒരു നന്ദികേട് ഉള്ള ആളാണ്. പിന്നെ ഇപ്പം ഉമ്മാനോടൊക്കെ പിന്നെ നല്ല രീതിക്ക് പെരുമാറുമോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കത് കേൾക്കുമ്പോഴൊരു ഇടങ്ങേറ് കിട്ടുക. പാവം ആ ഉമ്മ എന്ന് വെച്ചാൽ ഏതൊരു ഉമ്മാക്കും അവൻ്റെ പെൺകുട്ടികൾ ഇതുപോലെയൊക്കെ ചെയ്തിങ്ങനെ നടക്കണേൽ ഏതൊരു ഉമ്മയും പ്രതികരിക്കും. ഇപ്പം എൻ്റെ അമ്മയൊക്കെയാണെന്ന് വെച്ചാൽ അടിച്ച് വിടും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളൊരു യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക വെച്ചാൽ എന്നാൽ തന്നെ അമ്മ പറയും ഈ ഒരു കുക്കിംഗ് വീഡിയോ ചാനലുമായിട്ട് പോയാൽ മതി. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു കോമഡി കാണിച്ച് എന്തെങ്കിലും ഒരു റീൽസ് ചെയ്യുമ്പോഴത്തേനും ഉമ്മ ചിലപ്പോൾ അതവിടെ കണ്ടിട്ട് അന്ന് വൈകുന്നേരത്ത് വിളിക്കുമ്പോൾ പറയും, ഷാള് അങ്ങനെ ഇടല്ലേ, ഷാൾ ഇങ്ങനെ ഇടേ, കുറച്ചും കൂടി ഷാള് മുന്നിക്ക് ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പറയട്ടമ്മ. അപ്പോൾ അതാണ് പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് അമ്മമാരെ കടമയാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ആ ഷാജിദയുടെ അമ്മ അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ബോധം അവൾക്കില്ല. 5 മക്കളുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കുന്ന മക്കൾ നമ്മളെ നേർക്ക് തിരിയോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. മക്കളെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കി വിടുന്നുണ്ട്. പക്ഷേ അവർ ആ സമയം അവരെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ തനിയെ ചിലപ്പോൾ മാറും മക്കൾ. പിന്നെ എല്ലാ മക്കളെയും അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ പിന്നെ മക്കളോട് എങ്ങനെ പെരുമാറേണ്ട രീതിക്ക് നമ്മളെങ്ങനെ നിൽക്കുന്നു വെച്ചാൽ അതേപോലെയാണ് മക്കൾ. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ മക്കളോട് ഞാൻ
ഞങ്ങൾ ഇവിടെ കാക്കും മക്കളും ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സുകളെ പോലെയാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും പരസ്പരം പറയും. മക്കളോടാണെങ്കിൽ ഞാൻ കളിക്കാനും ചിരിക്കാനും തമാശ ഒക്കെ പറയാനും ഒക്കെ ഞാൻ കൂടിക്കൊടുക്കും. അവരെ കാര്യങ്ങൾ നമ്മളിരുന്ന് കേൾക്കണം. അവരെന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും തിരക്ക് പണിയിലാവും, അപ്പോഴാവും എന്തെങ്കിലും പറയാൻ വേണ്ടി വരിക. അപ്പോൾ ചില ഉമ്മമാരെന്താക്കും, ഈ ഒന്നങ്ങോട്ട് പൊയ്ക്ക, ഞാനിവിടെ നിന്ന് ഇപ്പോൾ പണി എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണ് അവൻ്റെ ഒരു പറച്ചിൽ അല്ലെങ്കിൽ അവളൊരു പറച്ചിൽ. അപ്പോൾ ആ കുട്ടികളെ പിന്നീട് നമ്മളോട് ഒരു കാര്യങ്ങളും പറയാനായിട്ട് താല്പര്യമില്ല. ഉമ്മാനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവരൊന്നും അത് കേൾക്കാൻ പോകണമില്ല. അപ്പോൾ മക്കൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ നമ്മളത് ഇരുന്ന് കേൾക്കുക. അപ്പോൾ നല്ലതാണെങ്കിൽ അതിന് നല്ല അഭിപ്രായങ്ങൾ പറയാം, പ്രോത്സാഹിപ്പിക്കുക. ചീത്ത കാര്യമൊക്കെ ആണെങ്കിൽ അതിന് അങ്ങനെ തിരിച്ച് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. അപ്പം നമുക്ക് നല്ലോണം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതും ചീത്ത പറയുന്ന രീതിയും നമ്മൾ നല്ല സൗമ്യതയോടെ ചിരിച്ചും കൂടി പറയണം. അപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. മറ്റേത് നമ്മൾ ചാടിപ്പടിഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഷാജിയുടെ കേട്ട് മടുത്തേക്കണം കേട്ടോ. റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അവൾ എത്ര തന്നെ ഇട്ടാലും എന്ത് കാട്ടിയാലും സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ട് അവൾ എന്തും തോന്നിയ ദിവസം ചിലപ്പോൾ ചെയ്യും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. അതിന് മടിക്കാത്ത ആളാണ്. സ്വന്തം ഉമ്മാനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. പിന്നെ ഒരാളെയും ഒരു വിലയും ഇല്ലാത്തൊരു സാധനമാണത്. എന്താ വെച്ചാൽ ആരെയും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്ന ഒരു ആളല്ല. ചെറുതായിട്ടൊരു പിരിയൊക്കെ ഇളക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ തെറി പറഞ്ഞിട്ടും കുടുംബക്കാരും ആരും ഒപ്പമല്ലല്ലോ അവൾ കൂടെ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി ജീവിച്ച ആൾക്ക് നന്നു, അത്രേ ഉള്ളൂ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വിഷയം ഒരുപാടൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹമല്ല. എന്താ വെച്ചാൽ മനസ്സിലുള്ളത് പറഞ്ഞു എന്നേ. എന്താ വെച്ചാൽ നമ്മളെ മക്കളും നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിലിങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോസ് വരുന്നത് ജനങ്ങൾക്ക് പൊതു ശല്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും ഒരു ശല്യം തന്നെയാണ് പൊതുവേ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു വീഡിയോസ് നമ്മൾ മക്കളും ഒക്കെ കാണുമല്ലേ. അതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. അവർ ഉമ്മമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നിനകത്ത് മക്കളൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാം.